അടിപൊളിയായിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതാണ്. കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം നാരങ്ങ ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കളർ ആവശ്യമുള്ളവർക്ക് കളർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ഇത്തിരി കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്ന് വീതം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്താൽ ഇതെല്ലാം കൂടി കട്ട പിടിച്ചിട്ട് തമ്മിലൊട്ടി പോയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് വീതം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് മൊരിഞ്ഞു പോകരുത്, ചെറിയ സോഫ്റ്റ് ആയിട്ട് തന്നെ വേണം. അപ്പോൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ അതിലേക്ക് വലിയ ഉള്ളിയാണ് ചേർക്കുന്നത്. കുറച്ച് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്ത് ഒരു 2-3 വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ സോൾട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോയാ സോസും അതുപോലെ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് കറക്റ്റ് ചെയ്യാം. പിന്നെ എനിക്കിതിൽ ചെറിയൊരു അബദ്ധം പറ്റി. ഈ സമയത്ത് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ചിക്കൻ ആഡ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം തന്നെ ചിക്കൻ ആഡ് ചെയ്തു. പക്ഷെ അതുകൊണ്ട് ഡിഷ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ടേസ്റ്റ് തന്നെ ആയിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു നുള്ള് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ഉള്ള ടൈപ്പ് ചില്ലി ചിക്കനാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമാണ് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വളരെ തിക്കായിട്ടുള്ളൊരു ചില്ലി ചിക്കനാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇങ്ങനെയായാലും സംഭവം നല്ല ടേസ്റ്റിയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും. അവസാനമായിട്ട് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്